ഹായ് അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബേദ്. ഇന്നൊരു കുഞ്ഞൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല. അപ്പോൾ അപ്പോൾ ചെറിയൊരു പർച്ചേസിങ് വ്ളോഗാണ്. അപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾ നെസ്റ്റോയിലാണ് എത്തിയിട്ടുള്ളത്. നെസ്റ്റോയിൽ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നെസ്റ്റോന്ന് അത് വാങ്ങിയിട്ട് നമ്മൾക്ക് ബാക്കി 2-3 ഷോപ്പിലൊക്കെ പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു ദിവസം ഇവിടെ ഓഫറുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മേലെന്ന് ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം താഴെന്ന് ചോക്ലേറ്റൊക്കെ കുറച്ച് നോക്കാണ്ടായിരുന്നു. ചോക്ലേറ്റൊക്കെ നോക്കി പിന്നെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങുകയാണ് ഇവിടെ വന്നിട്ട്. അങ്ങനെ അതൊക്കെ വന്ന് എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും വേറെ 2-3 ഷോപ്പിലൊക്കെ പോകാനുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ 2-3 ഷോപ്പിലേക്ക് പോകാനുള്ള പ്ലാനിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്നാണ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഒക്കെ ഇവിടുന്ന് ഓരോന്നോരോന്ന് അങ്ങനെ നോക്കിയെടുക്കുകയാണ്. അങ്ങനെ ഇവിടുന്ന് റിസമ്മോൾക്കൊരു കിൻഡർ ജോയ് കിട്ടിയിട്ടുണ്ട്. കിൻഡർ ജോയ് വേണമെന്ന് പറഞ്ഞിട്ട് അതാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട. അതിലാവുമ്പോൾ കളിക്കാനുള്ളതും ഉണ്ടാവില്ല. അപ്പോൾ അവൾക്ക് എപ്പോൾ ചെന്നാലും കിൻഡർ ജോയ് ആണ് ആവശ്യം. എന്നാൽ കിൻഡർ ജോയ് ഒക്കെ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി. നെക്സ്റ്റ് ഇറങ്ങിയിട്ട് ഇപ്പം ഞങ്ങളിതാ വേറെ ഷർട്ടിൻ്റെ ഒക്കെ മെറ്റീരിയലൊക്കെ എടുക്കാൻ വേണ്ടി അങ്ങനെ വേറെ ഷോപ്പിൽ പോവുകയാണ്. നാട്ടിലേക്ക് ആരാ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. നാട്ടിലേക്ക് പോണത് നബീലയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നബീല നാട്ടിലെത്തിയിട്ടുണ്ടാവും. ഇത് ഞാൻ വീഡിയോ ഇങ്ങനെ വ്ളോഗ് ആക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് എടുത്തല്ല. ചെറിയ ചെറിയ ക്ലിപ്പുകൾ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതങ്ങനെ ഒരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇട്ടതാണ്. ഇപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കൂടുതലും ഷർട്ട് ഇങ്ങനെ എടുക്കാറുള്ളത് എന്ന് പറഞ്ഞ് നസി. അവരൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് കൂടുതലും ഷർട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അവിടെ നല്ല സാരി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഷോപ്പിൽ സാരി, അങ്ങനെയുള്ള ചുരിദാർ, മാക്സി, അങ്ങനെയുള്ള എല്ലാതും ഉണ്ട്. ഷർട്ടിൻ്റെ മെറ്റീരിയലും നല്ല ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കളക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഫുള്ള് ഓരോ മൊബൈൽ ഷോപ്പ്, അതുപോലെ വാച്ച്, അങ്ങനെയുള്ള ഓരോ ഷോപ്പുകളുമാണ് അവിടെയൊക്കെ ഉള്ളത്. എല്ലാം മലയാളീസിൻ്റെ തന്നെയാണ്. ഈ ഷോപ്പും മലയാളീസിൻ്റെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഷർട്ടിൻ്റെ മെറ്റീരിയൽ എടുക്കാൻ അവിടെ ഈ ഒരു ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് മെറ്റീരിയലൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾക്ക് പോകാനുണ്ടായിരുന്നു. ബുർജുൽ ഹിദായയിൽ പോകാണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടിരുന്നു. പൗഡറൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട്, അപ്പോൾ ഇവിടെ നിന്നൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അതൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച് വേറെ ചെറിയ 2-3 സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാണ്ടിരുന്നു. അതൊക്കെ അങ്ങനെ വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് അങ്ങനെ ബുർജുൽ ഹിദായെന്ന് പിന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ഗൾഫ് ഹൈപ്പർ മാർക്കറ്റിലാണ് എത്തിയിട്ടുള്ളത്. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സുകൾ വാങ്ങിക്കണ്ടായിരുന്നു, വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കണ്ടായിരുന്നു. പിന്നെ ഇവിടെ എപ്പോൾ വന്നാലും ഞങ്ങൾ ഇവിടുത്തെ ഒരു ചായ, കട്ട്ലേറ്റ് ഞങ്ങൾക്ക് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഒരു ജ്യൂസ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ ഒരു ദിവസം ഞങ്ങൾ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നും കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ലേ ഇതിന് എന്നൊക്കെ പറയുമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ചായ വാങ്ങിച്ചാൽ മതിയായിരുന്നു, അങ്ങനെയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ചോക്ലേറ്റ്, മാംഗോ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവറാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ അങ്ങനെ എടുക്കും. സ്ട്രോബെറി, അങ്ങനെ ഞാൻ മാംഗോ ആണ് എടുത്തിട്ടുള്ളത്. റിസംബോൾ കൂടുതലും സ്ട്രോബെറി ഒക്കെയാണ് എടുക്കാനുള്ളത്. പിന്നെ ചോക്ലേറ്റ്, അങ്ങനെ ഓരോരുത്തർക്ക് ഏതാ ഇഷ്ടം അങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് തരണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുമ്പോൾ അതിനടുത്ത് തന്നെ ഇപ്പം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമ്മളുടെ ചാനലിൽ ഒരുപാട് ഈസി റെസിപ്പികളൊക്കെ ഉണ്ട്, അതെല്ലാം കാണാത്തവരെല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ എത്ര നമ്മൾ സാധനങ്ങൾ വാങ്ങിയാലും നമ്മൾക്ക് മതിയാകില്ല, വീണ്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാകും. അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ നബീല പോകുമ്പോൾ. പിന്നെ നമ്മൾക്ക് പെട്ടി ഒക്കെ കെട്ടണ ആ ടൈമിലാണ്, ലഗേജൊക്കെ ആക്കുമ്പോഴാണ് നമ്മൾക്ക് വെയിറ്റ് കൂടിയിട്ട് പകുതിയിലേറെ നമ്മൾ ഇവിടെ തന്നെ റൂമിൽ തന്നെ വെച്ച് പോകേണ്ട അവസ്ഥയാണ് ഒരുവിധം പ്രവാസികൾക്കൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആവുമേ. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എത്ര നമ്മൾ കുറച്ച് സാധനം വെച്ചിട്ടുണ്ടാവും, അപ്പോഴത്തേന് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു 20 കിലോനല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അത് ലഗേജ് ആയിട്ടുണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 30, അത് പെട്ടെന്ന് തന്നെ ആകും. നമ്മൾ ഒരുപാട് ആശിച്ചിട്ട് വാങ്ങിയതൊക്കെ ഇവിടെ നമ്മൾക്ക് ഇട്ട് പോകേണ്ട അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നമ്മൾക്ക് ഓരോന്ന് ഇഷ്ടം കൊണ്ട് അങ്ങനെ വാങ്ങും. പക്ഷേ നമുക്കത് കൊണ്ടുപോകാൻ പറ്റാതെ നമ്മൾക്ക് അത് ഇവിടെ തന്നെ വെച്ച് പോകേണ്ട അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും.
അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ. ഇൻഷാ അല്ലാഹ് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നബീല നാട്ടിലെത്തിയിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.